ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാംഗോ ഡിലൈറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ബേസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോർ ബോട്ട് കേക്കും ഉണ്ടാക്കാം. മാംഗോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 3 ടീസ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യം നമുക്ക് സിഫ്റ്റ് ചെയ്തെടുക്കാം. ഇനി മാംഗോ കേക്കിന് വേണ്ടിയിട്ടുള്ള മാംഗോ പ്യൂരി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മാംഗോ ഒന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നവരെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് സ്റ്റിഫായി വരുന്നവരെ, റിബൺ കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ റിബൺ കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതോടൊപ്പം പാലും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ പ്യൂരിയും കുറച്ചായി ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാംഗോ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കിയിട്ടുള്ള ഒരു ബേക്കിംഗ് പാനിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് വരാതിരിക്കാൻ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും. നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 500 ml പാല് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കാം. ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സാഷെ വിപ്പിംഗ് പൗഡർ നമുക്ക് ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ്
തണുത്ത പാല് ചേർത്തിട്ട് നന്നായിട്ട് സ്റ്റിഫ് പീസായി വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റേർഡ് മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോൾ മാംഗോ പ്യൂരി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് മാംഗോ ആണ് പ്യൂരിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. മാംഗോ പ്യൂരി നന്നായി മിക്സായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച കേക്ക് ഒരു 2 ലെയറായിട്ട് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് നമ്മുടെ ക്രീമിൽ നിന്ന് എടുത്തിട്ട് ബോട്ടം ലെയറായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് പ്രലൈൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പിസ്തയും കാഷ്യൂനട്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫായി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാഷ്യൂനട്ടും പിസ്തയാണ്. നമുക്ക് ചൂടോട് കൂടി തന്നെ പ്രാലൈൻ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഷിഫ്റ്റായി കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഹാർഡായി വന്നിട്ടുണ്ടാവും. അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൗഡർ ആക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ലെയറിൻ്റെ മുകളിലേക്ക് ക്രീം കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പ്രാലൈൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ക്രീം ലെയർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാംഗോ പ്യൂരി വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ പോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. നമുക്ക് മാംഗോ ഡിലൈറ്റ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായി തണുത്ത് വരുന്നവരെ വെച്ച് കൊടുക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം മാംഗോ ഡിലൈറ്റ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള മാംഗോ ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Hope you all like this video. Thanks for watching.